നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് മുടി കൊഴിച്ചിലിനെ കുറിച്ചിട്ടുള്ളതാണ്. അമിതമായിട്ട് മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവരാണ്. മുടി കട്ടി തീരെ കുറഞ്ഞു വരിക, നെറ്റിയൊക്കെ തന്നെ കാണുക, പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡുകളിൽ നെറ്റി കയറി വരിക, അതുപോലെ സ്ത്രീകളിലും മുടി അമിതമായിട്ട് വകച്ചിലെടുക്കുന്ന ഭാഗത്തൊക്കെ തന്നെ കട്ടി കുറഞ്ഞ ആ ഭാഗത്ത് മുടി ഇല്ലാത്തൊരു ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏത് പ്രായത്തിലുള്ളവർക്കും, ഇപ്പോൾ ടീനേജിലുള്ളവർക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ നമുക്ക് മുതിർന്നവർക്കും ഒക്കെ തന്നെ ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിലിന്റെ ബുദ്ധിമുട്ടുകൾ. ഇന്നത്തെ വീഡിയോയിൽ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഹോം റെമഡീസ് ആണ് പറയുന്നത്. ഒന്ന് നമുക്ക് പുറമെ ഉപയോഗിക്കാൻ പറ്റുന്നതും മറ്റൊന്നെന്ന് പറയുന്നത് ഉള്ളിൽ നമുക്ക് കഴിക്കാൻ കഴിയുന്നതുമാണ്. കാരണം ഉള്ളിൽ നമുക്ക് ഒരു യഥാർത്ഥ രീതിയിലുള്ള ന്യൂട്രിയൻ വാല്യൂസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് നമുക്ക് അകറ്റാൻ പറ്റുകയും അതുപോലെ മുടി വീണ്ടും റീഗ്രോത്ത് ചെയ്യാൻ വേണ്ടി സഹായകരമാകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും മുടി കൊഴിച്ചിലുണ്ടാകുന്ന റീസൺസ് എന്ന് പറയുന്നത് ഒന്ന്, നമുക്ക് ന്യൂട്രിയൻ വാല്യൂസ് നമുക്ക് ശരിയായ രീതിയിൽ കിട്ടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അയണ്, സിങ്ക്, കോപ്പർ മുതലായിട്ടുള്ള നമ്മുടെ മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായകരമാകുന്ന ന്യൂട്രിയൻസ് പലപ്പോഴും നമുക്ക് ലഭിക്കാതിരിക്കുക എന്നുള്ളതും. മറ്റൊന്ന്, ഉറക്കക്കുറവിന്റെ പ്രശ്നങ്ങൾ അമിതമായിട്ട് നമ്മളെ അലട്ടുന്നുണ്ടാവും. ഈ ഒരു സമയത്ത് കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ കൂടുതലായിട്ട് വരികയും ഈ ഒരു കോർട്ടിസോൾ ഹോർമോൺ അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺ എന്ന് പറയും നമ്മളിതിനെ, ഈ ഒരു സ്ട്രെസ് ഹോർമോൺ കൂടുതലായിട്ട് വരുന്ന സമയത്ത് മുടി കൊഴിച്ചിൽ അമിതമായിട്ട് കാണാറുണ്ട്. മറ്റൊന്ന്, ഹോർമോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ, തൈറോയിഡ്, PCOD, PCOS മുതലായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കും ഒക്കെ തന്നെ മുടി കൊഴിച്ചിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുണ്ട്. അതല്ലാതെ തന്നെ കാലാവസ്ഥ മൂലവും ഒക്കെ തന്നെ നമുക്ക് ഈ മുടി കൊഴിച്ചിൽ അലട്ടാറുണ്ട്. അപ്പൊ ഏതുമായിക്കോട്ടെ, നമുക്ക് ഈ പറയുന്ന രണ്ട് ഹോം റെമഡീസും നിങ്ങൾ മാസത്തിൽ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും ഈ കമന്റ് ബോക്സിൽ റിപ്ലൈ നൽകേണ്ടതാണ്. നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത്. നമുക്ക് നേരെ റെമഡീസിലേക്ക് കിടക്കാം. ആദ്യത്തേത് നമുക്ക് പുറമെ ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡാണ്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്ന് പറയുന്നത്, ആദ്യത്തെ ചേരുവ ഇഞ്ചിയാണ്. ഇപ്പൊ ഇഞ്ചി എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇത് നമ്മൾ തലയിൽ ഉപയോഗിക്കാൻ നല്ലതാണോ എന്നുള്ളൊരു ചിന്ത ഒരു പക്ഷേ ഉണ്ടായേക്കാം. എന്നാൽ ഒരുപാട് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തലയോട്ടിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ശിരോചർമ്മങ്ങളിലേക്ക് ശരിയായ രീതിയിൽ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായകരമാകുന്ന ഒന്നാണ് ഇഞ്ചി എന്ന് പറയുന്നത്. ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. തലയിൽ ഉണ്ടാവുന്ന ഡാൻഡ്രഫിന്റെ പ്രശ്നങ്ങൾ, ചൊറിച്ചിലിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന ഒട്ടുമിക്ക രോഗങ്ങൾക്ക് വേണ്ടിയിട്ടും വളരെ ഗുണവത്തായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഇഞ്ചി ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു ചേരുവ ഉപയോഗിക്കുന്നതിന് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സിറം ഉപയോഗിക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ചെറിയ രീതിയിലുള്ള പാച്ച് ടെസ്റ്റും കൂടി ചെയ്ത് നോക്കേണ്ടതാണ്. അമിതമായിട്ട് സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്കിത് ഇഞ്ചി ഉപയോഗിക്കുന്നത് അവരുടെ സ്കാൽപ്പിന് പ്രശ്നമായേക്കാം. അപ്പം അതുകൊണ്ട് തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. ഇനി ഈ ഒരു ഇഞ്ചി എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ്. നമുക്കിതിൻ്റെ നീരാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ഇഞ്ചി തന്നെയാണ് നമുക്ക് എടുക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ചേരുവ എന്ന് പറയുന്നത് അലോവേറയാണ്. അലോവേറ ജെല്ലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ കറ്റാർവാഴ ജെല്ല് എന്ന് പറയുന്നത് നമുക്ക് ശരിയായിട്ടല്ല നാച്ചുറലായിട്ട് കിട്ടുന്ന കറ്റാർവാഴ ജെല്ലാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. എന്നാൽ അത് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ചെറിയ രീതിയിലുള്ള ഒരു മഞ്ഞക്കറയുണ്ട്. അപ്പോൾ ഈ ഒരു മഞ്ഞക്കറ മാറാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ മുറിച്ചതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ നമ്മൾ അത് കുതിർത്ത് വെക്കണം. അതിനുശേഷം വേണം ഈ ഒരു ജെല്ല് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ആ ഒരു ഇറിറ്റേഷൻ, നമ്മുടെ സ്കാൽപ്പിനൊക്കെ ഇറിറ്റേഷൻ വരുന്നതാണ് ആ ഒരു മഞ്ഞക്കറ എന്ന് പറയുന്നത്. അത് മാറിക്കിട്ടാൻ സഹായിക്കുന്നതാണ്. ഈ അലോവേറ എന്ന് പറയുന്നത് നമ്മുടെ ശിരോചർമ്മങ്ങളിൽ നാച്ചുറൽ ആയിട്ടൊരു കൂളിംഗ് എഫക്റ്റ് നൽകാൻ വേണ്ടിയിട്ടും ഹൈഡ്രേഷൻ നൽകാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ്. അപ്പോൾ ഈ ഒരു നേരത്തെ പറഞ്ഞിട്ടുള്ള ഇഞ്ചി എന്ന് പറയുന്നത് ഉഷ്ണവീര്യം അടങ്ങിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് ചൂട് അമിതമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ചൂടിനെ നമുക്ക് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു അലോവേറ നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നതും ഗുണകരമാണ്. അതിനൊപ്പം തന്നെ ഇത് ഡാൻഡ്രഫിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത് തന്നെയാണ്. അപ്പോൾ അലോവേറ ജെല്ല് നമ്മളൊരു മീഡിയം സൈസ് ആയിട്ടുള്ള ഒരു അലോവേറയുടെ ഒരു വലിയ തണ്ട് ആണ് ഈ ഒരു കൂട്ടിനകത്തേക്ക് നമ്മൾ എടുക്കേണ്ടത്. ഇതിന്റെ ജെല്ലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിലേക്ക് വരുന്ന മൂന്നാമത്തെ ചേരുവ എന്ന് പറയുന്നത് ചെമ്പരത്തി ഇലയും അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ പൂവുമാണ് വരുന്നത്. നാച്ചുറലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 3-4 ചെമ്പരത്തി പൂവും അതുപോലെ തന്നെ ഒരു 10 ചെമ്പരത്തിയുടെ ഇലയുമാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് നാച്ചുറലായിട്ട് കിട്ടാൻ സോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ചെമ്പരത്തി പൂവിന്റെ പൗഡർ ആയിട്ടുള്ള രീതിയിൽ, ഹിബിസ്കസ് പൗഡർ എന്നുള്ള രീതിയിൽ തന്നെ കിട്ടുന്നതാണ്, മാർക്കറ്റ്സിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. അതിൽ നിന്നും ഏകദേശം 2 സ്പൂൺ അളവായിട്ടുള്ള പൗഡറാണ് നമുക്ക് ഈ ഒരു കൂട്ടിനകത്തേക്ക് എടുക്കേണ്ടത്. ഇനി ചെമ്പരത്തി ഇലയും അതുപോലെ ചെമ്പരത്തി പൂവ് നാച്ചുറലായിട്ട്
കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇത് കുതിർത്ത് വെക്കേണ്ടതാണ്. കുതിർത്ത് വെച്ചതിന് ശേഷം ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള അലോവേറയും അതുപോലെ ഇഞ്ചി നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് ചതച്ചെടുക്കുക. അതിൻ്റെ നീര് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടേണ്ടതാണ്. ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ നീര് നമ്മൾ പ്രോപ്പറായിട്ട് എടുക്കണം. എന്നിട്ട് ഇവയെല്ലാം കൂടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ജ്യൂസ് പോലെ അടിച്ചെടുക്കാം. അതായത് നമ്മൾ ചെമ്പരത്തി ഇലയും പൂവും നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് വേണം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി. അതിനുശേഷം ഇത് അരിച്ചെടുത്ത് കിട്ടുന്ന ആ ഒരു പാനീയം നമ്മളൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാം. ഇല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ കുപ്പിയിൽ നമ്മൾ അടച്ചു വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ സ്കാൽപ്പിൽ ഒരു മാസ്ക് പോലെയോ അല്ലെങ്കിൽ ഒരു സിറം പോലെയോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ കിട്ടുന്നതാണ്. ഇത് ഉപയോഗിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത് കുളിക്കുന്നതിന് ഏകദേശം 1/4 മണിക്കൂർ മുന്നേ ആയിട്ട് ഈ ഒരു സിറം നമ്മൾ എല്ലാ ശിരോചർമ്മങ്ങളിലും ഓരോ ഭാഗവും മുടിയുടെ ഭാഗം വകഞ്ഞ് മാറ്റിയിട്ട് ആ ശിരോചർമ്മങ്ങളിൽ വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊരു ചെറിയ രീതിയിലുള്ള മസാജ് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ചെറിയ രീതിയിലുള്ള മസാജ് കൊടുക്കുക. അതിനുശേഷം 1/2 തൊട്ട് 1 മണിക്കൂർ വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ 1 മണിക്കൂറിന് ശേഷം ഒന്നെങ്കിൽ നോർമൽ വാട്ടറിൽ കഴുകിക്കളഞ്ഞ് അല്ലെങ്കിൽ ഷാമ്പു യൂസ് ചെയ്ത് കഴുകിക്കളയാം. എന്നാൽ ഇതിലും ഡബിൾ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കഴുകുന്ന വെള്ളത്തിൽ നമ്മൾ ചില ചേരുവകൾ ചേർത്തിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ മെഡിറ്റേറ്റഡ് ആയിട്ടുള്ള വെള്ളത്തിലാണ് നമ്മൾ തല കഴുകുന്നതെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഡബിൾ എഫക്റ്റ് കിട്ടുന്നതാണ്. ഈ ഒരു വെള്ളം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, തല കഴുകാനുള്ള വെള്ളം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുക. അതിനകത്തേക്ക് തിളച്ച് വരുന്ന സമയത്തേക്ക് അതിനകത്തേക്ക് 1 സ്പൂൺ അളവായിട്ടുള്ള റോസ്മേരിയുടെ ഇലകളാണ് ഇടേണ്ടത്. റോസ്മേരി ലീവ്സ് നിങ്ങൾക്ക് അറിയാം, മുടി വളർച്ചയ്ക്ക് ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് റോസ്മേരി ലീവ്സ് 1 സ്പൂൺ അളവായിട്ടുള്ളത് ഇടുക. അതുപോലെ 1 സ്പൂൺ അളവായിട്ടുള്ള ഉലുവയാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കേണ്ടത്. ഉലുവയും ഹെയർ ഗ്രോത്തിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതുപോലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടിയൊക്കെ തന്നെ വളരെ ഗുണവത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മൂന്നാമത്തെ ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് കരിഞ്ജീരകമാണ്. അപ്പോൾ കരിഞ്ജീരകവും ഹെയറിന് നാച്ചുറൽ ആയിട്ട് ബ്ലാക്ക് കളർ നൽകാൻ വേണ്ടിയിട്ടും അതുപോലെ ഹെയർ ഗ്രോത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നതാണ്. 1 സ്പൂൺ അളവായിട്ടുള്ള കരിഞ്ജീരകവും ഇതിനകത്തേക്ക് ചേർക്കുക. ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നമ്മൾ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ആ ഇഞ്ചിയും കൂടി ഇതിനകത്തേക്ക് ചേർക്കുക. അവസാനം 3 ചെമ്പരത്തിയുടെ പൂവും കൂടി ഇതിനകത്തേക്ക് ചേർക്കേണ്ടതാണ്. ഇങ്ങനെ 5 ചേരുവകൾ നമ്മൾ തല കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലേക്ക് ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് അത് തിളപ്പിക്കുക, നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വെക്കുക. തണുത്തതിന് ശേഷം ഈ ഒരു വെള്ളം കൊണ്ട് തല കഴുകി കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഷാംപൂ വാഷ് യൂസ് ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ആദ്യം ഇതിനകത്തുനിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഷാംപൂ മിക്സ് ചെയ്തിട്ട് നമുക്ക് ശിരോചർമ്മങ്ങളിലൊക്കെ തേച്ച് ഷാംപൂ വാഷ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഈ വെള്ളം കൊണ്ട് മാത്രമാണ് അവസാനമായിട്ട് നമ്മൾ തല കഴുകേണ്ടത്. കാരണം ഇതിനുശേഷം നമ്മൾ നോർമൽ വാട്ടർ യൂസ് ചെയ്യരുത്. ഈ ഒരു ഇൻഗ്രീഡിയൻസുകളൊക്കെ തന്നെ നമ്മൾ തല കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു ശിരോചർമ്മങ്ങളിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവസാനം ഈ വെള്ളം കൊണ്ട് വാഷ് ചെയ്യണം എന്ന് പറയുന്നത്. ആഴ്ചയിൽ ഒരു 3 തൊട്ട് 4 ദിവസമെങ്കിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്താണ് നല്ല റിസൾട്ടുകൾ ലഭിക്കുന്നത്. 1 മാസം ഇതുപോലെ തന്നെ ആഴ്ചയിൽ 3 തവണയായിട്ടുള്ള രീതിയിലോ ആഴ്ചയിൽ 4 തവണയായിട്ടുള്ള രീതിയിലോ ഇത് ഉപയോഗിച്ച് പോരാൻ പറ്റുന്നതാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ നൽകുന്നതാണ്. ഇനി അടുത്ത രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പുറമേ നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് മാത്രം നോക്കിയിട്ട് അല്ലെങ്കിൽ എണ്ണകൾ മാറ്റുകയോ സിറംസ് മാറ്റുകയോ ഒക്കെ ചെയ്യുക മാത്രമല്ല, ഉള്ളിൽ നമ്മുടെ ഡയറ്റിനും കൂടി വ്യത്യാസം വരുത്തുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഗുണങ്ങൾ ലഭിക്കുന്നത്. ഉള്ളിന് വേണ്ടിയിട്ട് നമുക്ക് 5 തരത്തിലുള്ള ഫുഡ് ഐറ്റംസുകളാണ് ഇന്നിവിടെ പറയുന്നത്. ആ 5 തരത്തിലുള്ള ഫുഡ് ഐറ്റംസിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമെന്ന് തോന്നുന്നത് അത് നിങ്ങൾ ആഴ്ചയിൽ 2 3 ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ആദ്യമായിട്ട് വരുന്നത് മത്തൻ്റെ കുരുവാണ്. മത്തൻ്റെ കുരുവിൽ നാച്ചുറലായിട്ട് തന്നെ മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ മുതലായിട്ടുള്ള നമ്മുടെ മുടിക്ക് ആരോഗ്യം നൽകുന്ന എല്ലാ തരത്തിലുള്ള ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. അപ്പം മത്തൻ കുരു നമ്മൾ പച്ചയായിട്ടുള്ള രീതിയിലല്ല കഴിക്കേണ്ടതുള്ളത്. അതൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്നും എല്ലാ ദിവസവും 2 സ്പൂൺ അളവായിട്ടുള്ള മത്തൻ്റെ കുരു ചവച്ചരിച്ച് കഴിക്കുകയും പുറമേ ചെറു ചൂടുവെള്ളം കുടിക്കുന്നതാണ് ഗുണകരമായിട്ടുള്ളത്. എന്നാൽ അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ സാലഡ്സ് കഴിക്കുന്ന രീതി ഉള്ള സമയത്ത് സാലഡ്സിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കഴിക്കാം. ഇല്ലെങ്കിൽ ജ്യൂസോ ഷെയ്ക്കോ ഒക്കെ കുടിക്കുന്ന സമയത്ത് അതിനകത്തേക്കും ഇത് മിക്സ് ചെയ്തിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള രീതിയിലെങ്കിലും നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നതാണ്. എന്നാലും ദിവസവും 1 അല്ലെങ്കിൽ 2 സ്പൂൺ അളവായിട്ടുള്ള മത്തൻ കുരു കഴിക്കുന്നത് നമ്മുടെ ന്യൂട്രിയൻ വാല്യൂസ് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ ഫുഡ് എന്ന് പറയുന്നത് നെല്ലിക്കയാണ്. വിറ്റമിൻ സി സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ കൊളാജിന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും വിറ്റമിൻ സിയുടെ ആവശ്യകതയുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ അയൺ ഡെഫിഷ്യൻസി. നമുക്ക് പലപ്പോഴും അയൺ ഡെഫിഷ്യൻസിയുടെ കൂടുതലായിട്ട് വരുന്ന സമയത്ത് മുടി കൊഴിച്ചിൽ ഇതിന് പ്രധാന കാരണമായിട്ട് വരാറുണ്ട്.
വരാറുണ്ട്. അപ്പോൾ ഈ ഒരു മുടി കൊഴിച്ചിൽ മാറണം എന്നുണ്ടെങ്കിൽ ഈ ഒരു അയൺ ഡെഫിഷ്യൻസി നമുക്ക് നോർമൽ ആക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നെല്ലിക്ക നമ്മൾ ദിവസവും കഴിക്കുന്നത് ഗുണകരമാണ്. ഒരു ദിവസത്തിൽ ഒന്നല്ലെങ്കിൽ 2 നെല്ലിക്ക കൂടുതലായിട്ടുള്ള അളവിൽ കഴിക്കരുത്. ഒരു നെല്ലിക്ക അല്ലെങ്കിൽ 2 നെല്ലിക്ക മാത്രമാണ് കഴിക്കേണ്ടത്. ഇത് വ്യത്യസ്ത രീതികളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്നെങ്കിൽ പച്ചയായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ജ്യൂസ് അടിച്ചിട്ടുള്ള രീതിയിൽ കഴിക്കാൻ പറ്റുന്നതാണ്. ജ്യൂസ് ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഒന്നല്ലെങ്കിൽ 2 നെല്ലിക്കയിൽ കൂടുതലായിട്ടുള്ള അളവിൽ എടുക്കാൻ പാടുള്ളതല്ല. ഇനി നമുക്ക് ഒരു നെല്ലിക്ക ചമ്മന്തി ആയിട്ടുള്ള രീതിയിൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും തേങ്ങായും ചെറിയുള്ളിയും അതുപോലെ തന്നെ ഒരു നെല്ലിക്ക ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പില ഉപയോഗിക്കാവുന്നതാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ കൊളാജനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ നമുക്ക് ഹെയർ ഗ്രോത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. മൂന്നാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഉലുവയാണ്. ഉലുവയിൽ നാച്ചുറലായിട്ട് തന്നെ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി, അതായത് നമുക്ക് ശരീരത്തിൽ നീർക്കെട്ട് ബുദ്ധിമുട്ടുകൾ അകറ്റാൻ വേണ്ടിയിട്ടും നമ്മുടെ മുടിക്ക് ആരോഗ്യം വർദ്ധിപ്പിക്കാനും കരുത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഗുണകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഉലുവ എപ്പോഴും നമുക്ക് അതിൻ്റെ എല്ലാ ഗുണങ്ങൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ കുതിർത്ത് കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് 1 സ്പൂൺ അളവായിട്ടുള്ള ഉലുവ 1 ഗ്ലാസ് വെള്ളത്തിൽ തലേ ദിവസം കുതിർത്ത് വെക്കുക. പിറ്റേ ദിവസം രാവിലെ ആ വെള്ളം വെറും വയറ്റിൽ കുടിക്കുകയും അതിനടിയിലുള്ള കുതിർത്തിട്ടുള്ള ഉലുവ ചവച്ചരച്ച് കഴിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നാലാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ചെറുപയറാണ്. ചെറുപയറിൽ ഒരുപാട് വിറ്റമിൻസുകളും പ്രോട്ടീൻസും ഒക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മുടിക്ക് മാത്രമല്ല നമ്മുടെ ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ്. അപ്പോൾ അത് തോരൻ വെച്ചിട്ടുള്ള രീതിയിലോ കറിയായിട്ടുള്ള രീതിയിലോ ഒക്കെ തന്നെ നമുക്ക് ആഴ്ചയിൽ 2 3 തവണയായിട്ട് ഉപയോഗിക്കുന്നതും ഗുണകരമാണ്. ഇനി അവസാനമായിട്ട് വരുന്നത് കറിവേപ്പിലയാണ്. ഇതിൽ അയൺ, കോപ്പർ, ബീറ്റാ കരോട്ടിൻ അതുപോലെ വിറ്റമിൻ ബി ഒക്കെ തന്നെ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത് എല്ലാ ദിവസവും 4 അല്ലെങ്കിൽ 5 കറിവേപ്പിൻ്റെ ഇല മാത്രമായിട്ട്, തണ്ടല്ല ഇല മാത്രമായിട്ട് എടുക്കുക. എന്നിട്ട് അത് ചവച്ചരച്ച് കഴിക്കുകയും അതിന് പുറമെ ചെറു ചൂടുവെള്ളം കുടിക്കുകയും കൂടെ ചെയ്യേണ്ടതാണ്. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ, പ്രത്യേകിച്ച് നമ്മൾ 1 മാസം അല്ലെങ്കിൽ 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹെയറിൽ വരുന്ന വ്യത്യാസങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇതിനു പുറമെ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടും ശ്രമിക്കേണ്ടതാണ്. ഭക്ഷണം ശരിയായിട്ടുള്ള സമയങ്ങളിൽ കഴിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കേണ്ടതാണ്. പലപ്പോഴും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഒരു ടൈമിങ് കറക്റ്റ് ആവാത്ത രീതിയിലായിരിക്കും ഫുഡ് കഴിക്കുന്നുണ്ടാകുന്നത്. അത് തന്നെ നമ്മുടെ ദേഹത്തിനെ കാര്യമായ രീതിയിൽ ബാധിക്കും. ഇത് പലവിധ രോഗങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കാരണമാവുന്നതാണ്. പ്രത്യേകിച്ച് ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒന്ന് സ്കിന്നിലും ഒന്ന് ഹെയറിലും ഒക്കെ തന്നെയാണ് ഇത് പ്രതിഫലിക്കുന്നുണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കഴിക്കുന്ന ടൈമിങ് പ്രോപ്പർ ആക്കുക. ഭക്ഷണത്തിൽ നമുക്ക് എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നത്തെ വീഡിയോയിൽ 2 വ്യത്യസ്ത തരത്തിലുള്ള റെമഡീസുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇവ രണ്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് കാണാം. നന്ദി.